ഇനി സിനിമാ ജാലകം. The new standard for on-demand international quality films in digital high definition. തനതായ കോഴിക്കോടൻ ശൈലിയിലുള്ള സംഭാഷണങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നടനാണ് കുതിരവട്ടം പപ്പു. ആ കഴിവിനെ വെല്ലാനോ താരതമ്യപ്പെടുത്താനോ ഇന്നും ആരുമില്ല മലയാള സിനിമയിൽ. അനശ്വര കലാകാരന്റെ മരിക്കാത്ത ഓർമ്മകളിലേക്ക്. പനങ്ങാട് പത്മനാഭൻ എന്ന നടനെക്കുറിച്ച് പറഞ്ഞാൽ ചലച്ചിത്ര പ്രേമികൾക്ക് മനസ്സിലാവില്ല. കാരണം ഒരു സിനിമയിൽ മാത്രമേ അദ്ദേഹം ആ പേരിൽ അറിഞ്ഞിട്ടുള്ളൂ. രണ്ടാം സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേരിലാണ് പിന്നീട് ആ നടൻ അറിയപ്പെട്ടത്. ആ പേര് നൽകിയതാവട്ടെ ബേപ്പൂർ സുൽത്താൻ, സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീറും. മലയാള സിനിമയിൽ നമ്മെ കുടുകുടെ ചിരിപ്പിച്ച കുതിരവട്ടം പപ്പുവിൻ്റെ പേരിൻ്റെ ചരിത്രമാണ് പറഞ്ഞത്. 1936 ക്രിസ്തുമസ് തലേന്ന് കോഴിക്കോട് ഫറൂഖിൽ പനങ്ങാട് രാമൻ്റെയും ദേവിയുടെയും മകനായി പിറന്ന പത്മനാഭൻ എന്ന പപ്പു 1000ഓളം സിനിമകളിൽ ചെറുതും വലുതുമായ വേഷമിട്ടു. ആദ്യ ചിത്രം പി ഭാസ്കരൻ്റെ മൂടുപടമാണ്. 17-ാം വയസ്സിൽ കുപ്പയിൽ നിന്ന് സിനിമയിലേക്ക് എന്ന നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് അദ്ദേഹം അഭിനയ രംഗത്തെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയായ ഭാർഗവി നിലയത്തിലെ കഥാപാത്രമായ പപ്പു എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചു. IV ശശി, പ്രിയദർശൻ, സത്യൻ അന്തിക്കാട്, ജോഷി തുടങ്ങി മലയാളത്തിലെ ഒട്ടുമിക്ക പ്രഗത്ഭന്മാരുടെ ചിത്രങ്ങളിലും അഭിനയിച്ചു. ഹാസ്യ റോളുകളിൽ തൻ്റേതായ ശൈലി കൊണ്ടുവന്ന പപ്പു പക്ഷേ സീരിയസ് വേഷങ്ങളിൽ മലയാളികളെ ഞെട്ടിച്ചു. അങ്ങാടി, ഏകലവ്യം തുടങ്ങിയ ചിത്രങ്ങൾ ഇതിനുദാഹരണമാണ്. പ്രിയദർശൻ്റെ ആദ്യ സിനിമയായ പൂച്ചയ്ക്കൊരു മൂക്കുത്തി തുടങ്ങി ചന്ദ്രലേഖ, മിന്നാരം, തേന്മാവിൻ കൊമ്പത്ത്, വെള്ളാനകളുടെ നാട് തുടങ്ങിയ ചിത്രങ്ങളിൽ പപ്പുവിൻ്റെ വേഷങ്ങൾ മറക്കാനാവില്ല. മണിച്ചിത്രത്താഴിലും കാണികളെ അദ്ദേഹം പൊട്ടിച്ചിരിപ്പിച്ചു. ഷാജി കൈലാസിൻ്റെ നരസിംഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം. 2000 ഫെബ്രുവരി 25-ന് 63-ാമത്തെ വയസ്സിൽ കുതിരവട്ടം പപ്പു കാലയവനികൾക്കുള്ളിൽ മറഞ്ഞു. ജില്ലാ വാർത്തകൾ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ.